2020 ജൂൺ മാസം ലോകം മുഴുവൻ വല്ലാത്തൊരു സൈലൻസ് ആയിരുന്നു. കോവിഡ് പാൻഡമിക് കാരണം 80,000 പേരുടെ ആവേശത്തിൽ വിറയ്ക്കാറുള്ള ആ വലിയ സ്പോർട്സ് സ്റ്റേഡിയങ്ങൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. പന്ത് തട്ടുന്ന ശബ്ദവും പ്ലേയേഴ്സിന്റെ ബഹളവും മാത്രമേ അവിടെ കേൾക്കാറുള്ളൂ. ആഴ്സണലും ബ്രൈറ്റണും തമ്മിലുള്ള ഒരു സാധാരണ പ്രീമിയർ ലീഗ് മാച്ച്, സത്യം പറഞ്ഞാൽ വലിയ കാര്യമൊന്നും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കളി. പക്ഷേ ഈ കളിയുടെ 36-ാം മിനിറ്റിൽ നീൽ മോപ്പെ എന്നൊരു ഫ്രഞ്ച് സ്ട്രൈക്കർ ആഴ്സണലിന്റെ ഗോൾ കീപ്പർ ബേൺഡ് ലെനോയെ ഒന്ന് മുട്ടി. ഒരു സാധാരണ ഫൗൾ, പക്ഷേ ലെനോ നിലത്തെത്തിയത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അയാളുടെ കാൽമുട്ടിന്റെ ലിഗമെന്റ് അറ്റുപോയി. ആ ഒഴിഞ്ഞ സ്റ്റേഡിയത്തിൽ അയാളുടെ നിലവിളി വല്ലാതെ മുഴങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ അയാളെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുമ്പോൾ ദേഷ്യം കൊണ്ട് അയാൾ മോപ്പോയെ ചൂണ്ടി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ആ നിമിഷം എമി മാർട്ടിനസ് എന്ന 27 വയസ്സുകാരനായ ഒരു പകരക്കാരൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. സത്യം പറഞ്ഞാൽ അന്നത്തെ ഫുട്ബോൾ ലോകത്ത് മാർട്ടിനസ് ആരും ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. 10 നീണ്ട വർഷങ്ങൾ അയാൾ ടീമിലെ ഒരു ബാക്കപ്പ് കീപ്പർ മാത്രമായിരുന്നു. ഒരുപാട് ചെറിയ ക്ലബ്ബുകളിൽ ലോണിന് പോയി കളിച്ച് ആർക്കും വേണ്ടാത്ത ഒരാളായിട്ട് കരിയർ തീരാനായിരിക്കുകയായിരുന്നു അയാൾ. പക്ഷേ ലണ്ടനിലെ ആ ഒഴിഞ്ഞ സ്റ്റേഡിയത്തിൽ നടന്ന ആ ഒരു കുഞ്ഞു തള്ളൽ കാരണം മാർട്ടിനസിന് ഒരു ചാൻസ് കിട്ടി. അയാൾ അവിടെ തകർത്ത് കളിച്ചു. ആഴ്സണലിന് കപ്പ് നേടിക്കൊടുത്തു. അങ്ങനെ വൈകാതെ അയാൾ അർജന്റീന നാഷണൽ ടീമിലെത്തി. ഒടുവിൽ 2022 വേൾഡ് കപ്പ് ഫൈനലിൽ ഖത്തറിൽ വെച്ച് ഫ്രാൻസിനെതിരെ അർജന്റീനയ്ക്ക് വേണ്ടി അയാൾ നടത്തിയ അത്ഭുതകരമായിട്ടുള്ള സേവ് ലോകം കണ്ടു. അങ്ങനെ മെസ്സിക്ക് വിശ്വസ്തനായ ഒരു ഗോൾ കീപ്പറെ കിട്ടുകയും അന്നത്തെ ലോകകപ്പിൽ അർജന്റീന വിജയിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ലണ്ടനിൽ വെച്ച് ലെനയെ ഇടിച്ചു വീഴ്ത്തിയ മോപ്പെ ഒരു ഫ്രഞ്ചുകാരനായിരുന്നു. അയാൾ 2020 ചെയ്ത ആ ഒരു ചെറിയ ഫൗള് 2 വർഷത്തിന് ശേഷം സ്വന്തം രാജ്യത്തിൻ്റെ വേൾഡ് കപ്പ് സ്വപ്നങ്ങൾ തകർക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റായി മാറി. ഇതിനെയാണ് നമ്മൾ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ബട്ടർഫ്ലൈ എഫക്റ്റിന് പിന്നിലെ സയൻസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഡൈനാമിക്കൽ സിസ്റ്റംസിനെ പറ്റി പറയണം. അതായത് ചില നിയമങ്ങൾക്കനുസരിച്ചും കാലത്തിനനുസരിച്ചും മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതിനെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് വിളിക്കും. അതായത് ഒരു കാര്യം ഇപ്പോൾ എത്ര വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ്. ഒരു ലീനിയർ സിസ്റ്റം അല്ലെങ്കിൽ നേർരേഖയിൽ പോകുന്ന സിസ്റ്റത്തിൽ കാര്യങ്ങൾ ഭയങ്കര പ്രഡിക്റ്റബിളാണ്. അതായത് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടി ഊഞ്ഞാലാടുകയാണ്. അപ്പോൾ ഒരാൾ ഊഞ്ഞാലിയിരിക്കും, മറ്റൊരാൾ ആട്ടി വിട്ടുകൊടുക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയൊരു തള്ളൽ കൊടുക്കും, അയാൾ ദൂരേക്ക് പോയിട്ട് തിരികെ വരും. പക്ഷേ ഓരോ തവണ ഊഞ്ഞാൽ വരുമ്പോഴും നമ്മൾ അല്പം കൂടി ശക്തി കൂട്ടി കൊടുക്കും. അപ്പോൾ നമ്മുടെ ശക്തിക്കനുസരിച്ച് ഊഞ്ഞാൽ കുറച്ചുകൂടി ദൂരത്തേക്ക് നീങ്ങും. അങ്ങനെ ഈ ഊഞ്ഞാൽ ഇരട്ടി ശക്തിയിൽ തള്ളിയാൽ അത് ഇരട്ടി ഉയരത്തിലേക്ക് പോകുന്നതായിട്ട് കാണാം. അവിടെ ചെറിയ മാറ്റങ്ങൾ, ചെറിയ റിസൾട്ട്സ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങളുടെ കാൽക്കുലേഷനിൽ 99% ശരിയാണെങ്കിൽ റിസൾട്ടും ഏകദേശം അങ്ങനെ തന്നെയായിരിക്കും അവിടെ വരിക. കാര്യങ്ങളെല്ലാം പ്രഡിക്റ്റബിളാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജീവിക്കുന്നത് ഒരു നോൺ ലീനിയർ ലോകത്താണ്. അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ചെയ്ത കാര്യത്തിനനുസരിച്ചുള്ള റിസൾട്ട് രേഖീയമായിട്ട് കിട്ടുന്നൊരു ലോകത്തല്ല മനുഷ്യൻ ജീവിക്കുന്നത്. നമ്മുടെ ലോകത്തെ കാര്യങ്ങൾ പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ കെട്ടുപിണഞ്ഞാണ് കിടക്കുന്നത്. മാറ്റത്തിൻ്റെ വേഗത ആ സിസ്റ്റത്തിൻ്റെ അന്നത്തെ അവസ്ഥയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് ഫീൽ ചെയ്യും. ഇവിടെയാണ് കേയോസ് അഥവാ ക്രമമില്ലായ്മ എന്ന് പറയുന്ന പദവും അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒളിഞ്ഞിരിക്കുന്നത്. 1961 MITയിലെ എഡ്വേർഡ് ലോറൻസ് എന്നൊരു മനുഷ്യനാണ് ഇതിനൊരു സയൻറ്റിഫിക് ഫോം കൊടുക്കുന്നത്. കാലാവസ്ഥയെ കൃത്യമായി പ്രവചിക്കുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ലക്ഷ്യം. റോയൽ മെഗ്ബി LGP30 എന്നൊരു പഴയൊരു കമ്പ്യൂട്ടറാണ് പുള്ളി ഉപയോഗിച്ചിരുന്നത്. വായുവിൻ്റെ ചലനത്തെക്കുറിച്ചുള്ള 3 നോൺ ലീനിയർ ഇക്വേഷൻസ് പുള്ളി ഈ ഒരു കമ്പ്യൂട്ടറിനകത്ത് റൺ ചെയ്തു. ആലോചിച്ച് നോക്കുക, 1961 കമ്പ്യൂട്ടറിൻ്റെ ആദ്യകാല ഫോമാണ് ഈ ഒരു പർട്ടിക്കുലർ കമ്പ്യൂട്ടർ. സംഭവം ഇങ്ങനെയാണ്. ഒരു ദിവസം പുള്ളിക്ക് ഒരു ഡാറ്റ ഒന്നുകൂടി ചെക്ക് ചെയ്യണം. ആ ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ സമയം ലാഭിക്കാൻ വേണ്ടി അന്ന് വരെയുള്ള ഈ വായുവിൻ്റെ താപനില, മർദ്ദം, ഇതൊക്കെ ഉണ്ടല്ലോ, ഇത്തരം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്പറുകളിൽ പഴയ ഒരു നമ്പർ അദ്ദേഹം എടുത്തിട്ട് അത് റീചെക്ക് ചെയ്യുന്നതിന് വേണ്ടി അതിനകത്തുള്ള നമ്പറിൻ്റെ ഡിജിറ്റ്സ് ഒന്ന് ചുരുക്കി. ഉദാഹരണത്തിന് ഒരു പ്രോപ്പർട്ടി 0.506127 എന്നായിരുന്നു. ഇവിടെ നമുക്കറിയാം പോയിന്റ് കഴിഞ്ഞ് എത്രത്തോളം വലത്തോട്ട് നമ്മൾ ഡിജിറ്റ് ഇടുന്നുവോ അത്രത്തോളം ആ സംഖ്യ ചെറുതായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഡിജിറ്റിൻ്റെ പ്രോപ്പർട്ടി ചെറുതായിരിക്കും. ഇപ്പോൾ 0.505217 എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകും തോറും അത് കൂടുതൽ ഇറവലവൻ്റ് ആണ് എന്നാണ് നമ്മൾ വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മളൊരു സ്കെയിലെടുത്ത് അളക്കുമ്പോൾ
10.1 അല്ലെങ്കിൽ 10.5 അല്ലെങ്കിൽ 10.52 ഇതൊക്കെ നമ്മൾ പരിഗണിക്കും സെൻറ്റിമീറ്ററിലാണെങ്കിൽ. 10.5, 2, 4, 3, 2, 1 അങ്ങനെ നമ്മൾ പറയില്ല, നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും. ഇവിടെ അദ്ദേഹവും 0.506127 എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് നമ്പറിനെ ചുരുക്കി റൗണ്ട് ചെയ്ത് 0.506 എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് ലോഡ് ചെയ്തു. ആക്ച്വലി ഒരു ആനയുടെ പുറത്തുള്ള ഒരു ചെറിയ രോമത്തിൻ്റെ അത്ര പോലും ഭാരമില്ലാത്ത ഒരു വ്യത്യാസമാണ് ഇതെന്ന് അദ്ദേഹം കരുതി. പക്ഷേ കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ഡാറ്റ അനലൈസ് ചെയ്യാൻ കൊടുത്തിട്ട് പുള്ളി കാപ്പി കുടിക്കാൻ പോയി. കാരണം തൊട്ട് മുമ്പ് ഒരു റിസൾട്ട് കിട്ടി. ആ റിസൾട്ട് ശരിയാണോ എന്നറിയാനാണ് പുള്ളി ഒന്നുകൂടെ റീറൺ ചെയ്യുന്നത്. എന്നാൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് റിസൾട്ട് നോക്കാൻ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റിയില്ല. അതായത് നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥാനത്ത് കാറും കോളും കൊടുങ്കാറ്റും നിറഞ്ഞ ഒരു കാലാവസ്ഥയാണ് വരാൻ പോകുന്നത് എന്ന റിസൾട്ടാണ് വന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ രണ്ടാമത് കിട്ടിയ കാലാവസ്ഥ റിപ്പോർട്ട് ആദ്യത്തേതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. തെളിഞ്ഞ ആകാശം വരേണ്ടിടത്ത് വലിയ കൊടുങ്കാറ്റുകൾ. അങ്ങനെ അദ്ദേഹത്തിന് സത്യം മനസ്സിലായി. അതായത് ലോറൻസിൻ്റെ സിസ്റ്റത്തിന് ഇനിഷ്യൽ കണ്ടീഷനോട് വല്ലാത്തൊരു സെൻസിറ്റിവിറ്റി ഉണ്ട്. അതായത് നമ്മൾ ആദ്യം കൊടുക്കുന്ന വാല്യൂസിനെ അടിസ്ഥാനമാക്കിയാണ് പിന്നീട് എല്ലാം റൺ ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇനീഷ്യൽ കണ്ടീഷൻസിലുള്ള വാല്യൂസിനോ അവിടുത്തെ ആ ഒരു സാഹചര്യത്തിനോ വളരെ വലിയ സ്വാധീനമുണ്ടാകും. പ്രപഞ്ചത്തിൻ്റെ ചില നിയമങ്ങൾ കൃത്യമാണെങ്കിലും നമുക്ക് പലതിനെയും പ്രവചിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോഴുള്ള അവസ്ഥയെ 100% കൃത്യതയോടെ അളക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല. എന്ത് സാധനമായാലും അതിൽ സ്ലൈറ്റ് വേരിയേഷൻസ് ഉണ്ടാകും എന്നർത്ഥം. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ മാറ്റത്തെ അളക്കാൻ നമ്മൾ ലിയാപുനോവ് എക്സ്പോണൻ്റ് അഥവാ ലാംഡ എന്ന് പറയുന്ന ഒരു ടേമാണ് ഉപയോഗിക്കുക. 2 പോയിന്റുകൾ തമ്മിലുള്ള ചെറിയൊരു അകലം ഡി അഥവാ ഡിസ്റ്റൻസിൻ്റെ ഡി ആണെന്ന് വിചാരിക്കുക. ഒരു കെയോട്ടിക് സിസ്റ്റത്തിൽ ആ അകലം സമയത്തിനനുസരിച്ച് ഇരട്ടിച്ചിരട്ടിച്ച് വരും. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലെ ഇ എന്ന് പറയുന്ന നമ്പറാണ് ഇവിടുത്തെ പർട്ടിക്കുലർ താരം. അത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്ന കാര്യത്തെയാണ് കാണിക്കുന്നത്. ഒരു കാര്യം ഇങ്ങനെ പോകുമ്പോൾ അത് വളരെ സഡനായിട്ട് കൂടുന്നതിനെയാണ് എക്സ്പോണൻഷ്യൽ എന്ന് പറയുക. സോ നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയൊരു തെറ്റ് സമയത്തിനനുസരിച്ച് ഇരട്ടിച്ചു ഒടുവിൽ ആ സിസ്റ്റത്തെ തന്നെ വിഴുങ്ങും. ഇതിനെ പൊതുവെ നമ്മൾ പ്രെഡിക്റ്റബിലിറ്റി ഹൊറൈസൺ എന്ന് പറയാറുണ്ട്. ഇതൊരു മതിൽ പോലെയാണ്. നമ്മൾ എത്ര വലിയ സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയാലും കാലാവസ്ഥയൊക്കെ 10 ദിവസത്തിനപ്പുറം പ്രവചിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഇതാണ്. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, നമുക്ക് സാറ്റലൈറ്റ് ഉണ്ട്, നമുക്ക് റഡാർ സംവിധാനങ്ങളുണ്ട്, കാലാവസ്ഥ അന്വേഷിക്കുന്ന സംഘടനകളുണ്ട്. പക്ഷേ അവർ നോക്കുന്നത് പോലെ അവർ പറയുന്നത് പോലെയാണോ കേരളത്തിൽ മഴ പെയ്യുക അല്ലെങ്കിൽ കൊടുങ്കാറ്റിൻ്റെ സ്ഥാനം വരിക? ഇതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമുക്ക് അത്രത്തോളം കൃത്യമായിട്ട് കാര്യങ്ങളെ പ്രവചിക്കാൻ പറ്റില്ല. കാരണം ഇനിഷ്യൽ കണ്ടീഷൻസും ഒരുപാട് വേരിയബിൾസ്, അതായത് ഒരുപാട് ഘടകങ്ങൾ ആശ്രയിക്കുന്ന സംവിധാനങ്ങളെ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ഒരു കൊടുങ്കാറ്റെന്ന് പറയുന്നത് പല രീതിയിലുണ്ടാവാം. അത് അന്തരീക്ഷത്തിൻ്റെ മർദ്ദവ്യത്യാസം മാത്രമല്ല, ഭൂമിയുടെ ഗുരുത്വാകർഷണം, കറക്കം, സൂര്യൻ്റെ താപനില, കടലിൻ്റെ കണ്ടീഷൻസ്, വായുവിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ തുടങ്ങി ഒരു ചെറിയ ഇനിഷ്യൽ കണ്ടീഷൻ പോലും ഒരു കൊടുങ്കാറ്റിനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇത് കാലാവസ്ഥയിൽ മാത്രമല്ല, ടെക്നോളജിയിലും ചരിത്രത്തിലും ഒക്കെ കണ്ടീഷൻസ് മാറുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ വരുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മുടെ 1 മണിക്കൂറിന് എന്തുകൊണ്ടാണ് കൃത്യം 60 മിനിറ്റ്? എന്തുകൊണ്ടത് 100 മിനിറ്റ് ആയില്ല? ഇതിനു പിന്നിൽ 4000 വർഷങ്ങൾക്ക് മുൻപെടുത്ത ഒരു വിചിത്രമായ തീരുമാനത്തിൻ്റെ കഥയുണ്ട്. ഏകദേശം BC 2000 മെസ്സപ്പൊട്ടോമിയയിൽ ജീവിച്ചിരുന്ന ബാബിലോണിയക്കാർ ബേസ് 60 എന്ന സംഖ്യാ സമ്പ്രദായമാണ് ഉപയോഗിച്ചിരുന്നത്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന 10 അടിസ്ഥാനമാക്കിയുള്ള രീതിയല്ല അവർക്ക് പ്രിയങ്കരം. 60 എന്ന് പറയുന്ന സംഖ്യയെ 2, 3, 4, 5, 6 എന്നിങ്ങനെ ഒരുപാട് സംഖ്യകൾ കൊണ്ട് കൃത്യമായി ഭാഗിക്കാൻ കഴിയും. അതായിരുന്നു ഇതിൻ്റെ പിന്നിലെ കാരണം. ഭിന്നസംഖ്യകൾ ഒഴിവാക്കി കണക്കുകൂട്ടലുകൾ എളുപ്പമാക്കാൻ അവർ കണ്ടെത്തിയ ഒരു സൂത്രവിദ്യയായിരുന്നു അത്. അവിടെ നിന്നാണ് ഇന്നത്തെ ലോകത്തിൻ്റെ അളവുകോലുകൾ ഉണ്ടാകുന്നത്. 1 മിനിറ്റ് 60 സെക്കൻഡ്, 1 മണിക്കൂർ 60 മിനിറ്റ്, ഒരു വൃത്തത്തിൽ 360 ഡിഗ്രി. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് സമയം ഇങ്ങനെ അളക്കുന്നത് ഒരു പ്രകൃതി നിയമമാണ് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഭൂഗുരുത്വാകർഷണം പോലെ മാറ്റമില്ലാത്ത ഒന്നല്ല ഇത്. നമുക്ക് വേണമെങ്കിൽ ഡെസിമൽ ടൈം ഉപയോഗിക്കാം. 1793 ഫ്രഞ്ച് വിപ്ലവകാലത്ത് അവർ സമയം 10ൻ്റെ അടിസ്ഥാനത്തിലാക്കാൻ ശ്രമിച്ചിരുന്നു, അതായത് 10 മണിക്കൂറുള്ള ഒരു ദിവസം. പക്ഷെ ജനങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം 4000 വർഷത്തെ ശീലം മനുഷ്യൻ്റെ തലച്ചോറിൽ അത്രമാത്രം പതിഞ്ഞു. ഇന്നത്തെ ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ പോലും ഈ ബാബിലോണിയൻ കണക്കിൻ്റെ തടവുകാരാണ്. GPS സിസ്റ്റം ആയാലും ഏവിയേഷൻ ആയാലും സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും ഫിസിക്സിൽ പ്രകാശത്തിൻ്റെ വേഗത അളക്കുന്നതായാൽ പോലും എല്ലാം 4000 വർഷം മുമ്പുള്ള തീരുമാനത്തിൽ നിന്നാണ്. അതായത് ഇന്നും ലോകം പ്രവർത്തിക്കുന്ന ഓപ്പറേഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പണ്ട് ഏതോ ഒരു സിവിലൈസേഷൻ എടുത്ത തീരുമാനത്തിൻ്റെ ബാക്കി പത്രമായിട്ട് നമ്മളിപ്പോഴും കൊണ്ടുപോകുന്നു, അടിസ്ഥാനമാക്കി വച്ചിരിക്കുന്നു എന്ന് മാത്രം. അതൊരു പെർഫെക്റ്റ് ബട്ടർഫ്ലൈ എഫക്റ്റാണ്.
ലോറൻസ് തൻ്റെ കാലാവസ്ഥാ കണക്കുകൾ ഫേസ് സ്പേസ് എന്ന മാപ്പിൽ വരച്ചപ്പോൾ അതൊരു ചിത്രശലഭത്തിൻ്റെ ചിറകുകൾ പോലെയുള്ള മനോഹരമായിട്ടുള്ളൊരു രൂപമായിട്ട് മാറി. ഇതിനെ നമ്മൾ സ്ട്രേഞ്ച് അട്രാക്ടർ എന്നാണ് വിളിക്കുന്നത്. കേവേഴ്സ് എന്ന് പറഞ്ഞാൽ വെറും കുഴപ്പമല്ല, അതിനൊരു ഘടനയുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. അതായത് പ്രെഡിക്റ്റ് ചെയ്യാനോ പ്രവചിക്കാനോ കഴിയില്ലെങ്കിലും അത് അത്രത്തോളം റാൻഡം അല്ല, അതിനൊരു ജിയോമെട്രി ഉണ്ട്. ഇതിൻ്റെ പിന്നിലെ മെക്കാനിസം സ്ട്രെച്ചിങ്ങും ഫോൾഡിങ്ങും ആണ്. ഒരു ബേക്കർ മാവ് കുഴയ്ക്കുന്നത് പോലെയാണിത്. അയാൾ മാവ് വലിച്ചു നീട്ടുന്നു, എന്നിട്ടത് മടക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന 2 മാവ് തരികൾ അല്പം കഴിയുമ്പോൾ ലോട്ടിൻ്റെ അറ്റത്ത് എത്തിച്ചേരും. അതായത് അടുത്തടുത്താണ് ഇരുന്നത്, കുറേ കുഴയ്ക്കുമ്പോൾ പല വഴിക്കാവും. ഇതാണ് പ്രപഞ്ചം ഇൻഫർമേഷനോട് ചെയ്യുന്ന കാര്യം. 1914 ജൂൺ 28 കാര്യം നോക്കിയാൽ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനൻഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വെടിയേൽക്കുന്നതാണ് ലോകത്തെ തന്നെ മാറ്റിമറിച്ച 1-ാം ലോക മഹായുദ്ധത്തിന് കാരണം. അന്ന് അദ്ദേഹത്തിനെതിരെ ഒരു ബോംബ് ഭീഷണി ഉണ്ടായ ആക്രമണം ഉണ്ടാകുമ്പോൾ ഡ്രൈവർക്ക് വഴിതെറ്റി. ആ വണ്ടി നിർത്തിയ ആ ഒരു സെക്കൻഡിലാണ് ആക്ച്വലി രാജാവിനെ കൊല്ലാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് കൊലയാളി ചായ കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ അയാൾ നോക്കുമ്പോൾ താൻ ഉദ്ദേശിച്ച അതേ വ്യക്തി തൻ്റെ മുന്നിലൂടെ വീണ്ടും പോകുന്നു. അങ്ങനെ കൊലയാളി വീണ്ടും കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഡ്രൈവർ വഴിതെറ്റിപ്പോയതിൻ്റെ ആ ഒരു തീരുമാനം കാരണമാണ് 1-ാം ലോക മഹായുദ്ധം ഉണ്ടായതെന്ന് പറഞ്ഞൂടെ? ഡ്രൈവർക്ക് വഴി തെറ്റിയില്ലായിരുന്നുവെങ്കിൽ 20-ാം നൂറ്റാണ്ട് ഇങ്ങനെ ആകില്ലായിരുന്നു. പണ്ട് നമ്മൾ വിചാരിച്ചു വെച്ചിരുന്നത് പ്രപഞ്ചം ഒരു ക്ലോക്ക് പോലെ കൃത്യമായി ഓടുന്ന ഒന്നാണ് എന്നാണ്. ലാപ്ലേസ് ഡിമൺ എന്നൊക്കെ നമ്മൾ ഇതിനെ വിളിച്ചിരുന്നു. അതായത് എല്ലാം പ്രീ ഡിറ്റർമിൻഡ് ആണ് എന്ന്. പക്ഷേ കേവോസ് തിയറി ഈ ഒരു ഡെമോനെ, അല്ലെങ്കിൽ എല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ചാത്തനെ കൊന്നുകളഞ്ഞു. പ്രപഞ്ചം നിയമങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിലും അതിനെ പൂർണ്ണമായും പ്രവചിക്കാൻ കഴിയില്ല. ഡിറ്റർമിനിസം എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റബിലിറ്റി എന്നല്ല അർത്ഥം. പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾക്കും നമ്മുടെ അറിവിനും ഇടയിൽ വലിയൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിന് നമ്മൾ വേറൊന്നിനെയും ഫില്ല് ചെയ്യണ്ട. പക്ഷെ നമുക്ക് എത്രത്തോളം ഇൻഫർമേഷൻ കിട്ടുന്നുവോ, എത്രത്തോളം വേരിയബിൾ ഡീറ്റെയിൽസ് കിട്ടുന്നുവോ അത്രത്തോളം പ്രെഡിക്റ്റബിൾ ആണ്. അപ്പോൾ ഇതിലൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി അല്ലേ? ഈ സമയം കൊണ്ട് നിങ്ങളുടെ സ്ക്രീനിൽ നിന്നുള്ള ലൈറ്റ് സിഗ്നലുകൾ നിങ്ങളുടെ തലച്ചോറിൻ്റെ ചിന്തകളെ ഒരു മൈക്രോസ്കോപ്പിൻ്റെ അളവിൽ മാറ്റിയിട്ടുണ്ടാവും. നിങ്ങളുടെ ന്യൂറോണുകൾ ഇപ്പോൾ തന്നെ ഒരു പ്രത്യേക രീതിയിൽ വർക്കും ചെയ്യുന്നുണ്ട്. ഈ യൂണിവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ കാണുന്ന ഒരു വീഡിയോ ഇനിഷ്യൽ കണ്ടീഷനാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ നാളെ ഈ കഥ ആരുടെങ്കിലും പറയുമായിരിക്കും. അത് കേട്ട് അവർ വല്ല ഹിസ്റ്റോറിക്കൽ ബുക്കും വായിക്കാൻ തുടങ്ങും. അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു തീരുമാനം ഉണ്ടാക്കും. ചിലപ്പോൾ അവരൊരു ഹിസ്റ്ററി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയോ, ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയോ, അല്ലെങ്കിൽ അവരുടെ കരിയർ തന്നെ ഷിഫ്റ്റ് ചെയ്ത് ഹിസ്റ്ററി പഠിക്കാൻ പോവുകയോ, നാളെ വലിയൊരു ഹിസ്റ്റോറിയനായിട്ട് ലോകത്തെ മാറ്റിമറിക്കുന്ന എന്തെങ്കിലുമൊക്കെ കണ്ടെത്തലൊക്കെ നടത്തുമായിരിക്കും. നമ്മൾ ഓരോരുത്തരും ഓരോ ഫീഡ്ബാക്ക് ലൂപ്പിനുള്ളിലാണ് ഉള്ളത്. ലോകം ഒരു ലീനിയർ സിസ്റ്റം ആയിരുന്നെങ്കിൽ നമ്മുടെ ലൈഫിന് വലിയ വിലയുണ്ടാവില്ലായിരുന്നു. വലിയ ആൾക്കാർ മാത്രമേ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമായിരുന്നുള്ളൂ. പക്ഷേ ഈ ലോകം നോൺ ലീനിയർ ആയതുകൊണ്ടാണ് നിങ്ങളുടെ ഓരോ വാക്കിനും പ്രവർത്തിക്കും ലോകത്തെ മാറ്റാൻ പറ്റുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും ഓരോ ചിറകടികളാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ട്രേഞ്ച് അട്രാക്ടർ കാണാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ഓരോ ചിറകടിയിലൂടെയും പുതിയ വഴികൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രപഞ്ചം കൃത്യമായ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിലും അതെന്നും ഒരു അത്ഭുതമായി തുടരും. പ്രവചിക്കാൻ കഴിയാത്തൊരു ഭാവിയിലേക്കാണ് നമ്മൾ നമ്മുടെ ചിറകടിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മനുഷ്യനായിരിക്കുന്നതിലെ ഏറ്റവും വലിയ സൗന്ദര്യം. ഈ വീഡിയോ നിങ്ങൾ കണ്ടു എന്നുള്ളത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞു. ഈ പാത ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും പറയാൻ കഴിയില്ല. സോ ആസ് ഓൾവേസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.